നമസ്തേ. നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്കും യുദ്ധത്തിൽ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നവർക്കും മനസ്സിലാകുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട്. ഞാൻ പറയുകയാണ്, ആരെയും ശത്രുവായിട്ട് കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾക്ക് തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള വ്യക്തികൾ അവരെപ്പോഴും നമ്മളുടെ പരാജയം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും ദുഷ്കരമായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴാണ് നിങ്ങൾ ജയിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ശത്രുക്കൾക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നത് അതിൻ്റെ അടയാളങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തി മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരാളോട് ഒരു കാര്യം ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, പിന്നീട് നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വരുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നിർത്തി എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്, ആ സമയത്ത് വിജയം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം അതുവരെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചതായിട്ടുള്ള, തർക്കങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതായിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യം സാധൂകരിക്കാനായിട്ട് അതിലേക്ക് ചെലവഴിക്കുകയാണ്. അടുത്തതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്, അവരുടെ ആക്രമണങ്ങൾ നിങ്ങളുടെ പുരോഗതിയെ തകർക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നിങ്ങളുടെ ശത്രു ഒരുപാട് വിഷമിക്കുമെന്നുള്ളതാണ്. അവർ ചെയ്യുന്ന ഓരോ ശല്യങ്ങളോടും നിങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുകയാണ്. അവർ എന്താണോ വിചാരിച്ചത് അത് അവിടെ നടക്കുകയാണ്. കാരണം നമ്മൾ അതിനോട് പ്രതികരിച്ച് നമ്മളും അവരുടെ നിലവാരത്തിലേക്ക് താഴേക്ക് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇവരെറിയുന്നതായിട്ടുള്ള ഓരോ കല്ലുകളും എപ്പോഴാണോ സ്റ്റെപ്പ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്, പടി കെട്ടാനായിട്ട്, വിജയത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള പടി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്, ആ സമയത്ത് ശത്രുവിന് വളരെ വിഷമമാകുമെന്നുള്ളതാണ്. നിങ്ങൾ ഈ സമയത്ത് തിരിച്ചറിയുകയാണ്, ഞാൻ ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ വിജയിക്കുകയാണ് എന്നുള്ളത്. അടുത്തതായിട്ട് ശത്രുവിന് വിഷമം വരുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് ശത്രു മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണ് ആളുകൾ നിങ്ങളിലേക്ക് വരുന്നത്. ആളുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യത്തിനോടാണ് എല്ലാവർക്കും അട്രാക്ഷൻ, സത്യത്തിനോടാണ് എല്ലാവർക്കും താല്പര്യമെന്ന് പറയുന്നത്. അതിലേക്ക് ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അടുക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ, ഇനി ആളുകളെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ സത്യത്തിനോട് അടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് ശത്രു തീർച്ചയായിട്ടും ദുർബലനാകും, അല്ലെങ്കിൽ വിഷമത്തിലേക്ക് പോകും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ബുദ്ധിമുട്ടിക്കുക, അവരെപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ ധൈര്യം തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ചിലപ്പം ഒരു ചിരിയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തികളിലൂടെ ആയിരിക്കും താൻ കോൺഫിഡൻ്റ് ആണ്, താൻ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കാണിക്കാനുള്ള ഡാർക്ക് സൈക്കോളജി മാനിപ്പുലേഷൻസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ നമ്മൾ ശാന്തമാകുന്നത്, നമ്മൾ പ്രതികരിക്കാതെ ആകുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള തറവേലകളൊന്നും കാണിക്കാതെ ആകുന്നത്, ആ സമയത്ത് ശത്രുവിന് പരിങ്ങലുണ്ടാകുമെന്നുള്ളതാണ്. കാരണം കാമായിട്ട് മാറി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കൺഫ്യൂഷനിൽ ആവുകയാണ്. ആത്മവിശ്വാസം തെളിയിക്കുകയോ കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതെ ആകുന്ന സമയത്ത് അത് ആത്മബലത്തിന്റെ അടിസ്ഥാന ലക്ഷണമായിട്ട് മാറുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാന്തത ആത്മബലത്തിന്റെ തെളിവാണ്. ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ശാന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് നോയ്സ് ഇടുന്ന ആളല്ല, അതിനപ്പുറത്തേക്ക് ശാന്തത ആർക്കാണോ ഉള്ളത് അവരെയാണ് എപ്പോഴും ആളുകൾ വില വെക്കുന്നത് എന്നുള്ളതാണ്. അവർക്കാണ് സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് തെളിയിക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒച്ചപ്പാടുകളും അഗ്രഷനും എപ്പോഴും ഉണ്ടാക്കുന്നത് ആക്രമണകാരികളുടെ, കുറ്റവാളികളുടെ ഒരു സ്വഭാവമാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മളോടുള്ള വിമർശനം നിർത്തി എതിരാളികൾ വെറും കാണികളായിട്ട് മാറുന്ന ഒരു സമയത്തേക്ക് നമ്മൾ ഉയരുമെന്നുള്ളതാണ്. അതായത് നമ്മളെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ നമ്മളോടൊപ്പമുള്ളവർ ഫേസിൽ നോക്കി പറയാൻ പറ്റുന്നവനാണ് എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റം പറയുന്നത്, ഗോസിപ്പ് പറയുന്നത്. പക്ഷെ ഒരു ലെവലിൽ മുകളിലേക്ക് ഉയർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിളിമാമൻ അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കി ഒരു പട്ടി കുരച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആ അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. അടുത്തതായിട്ട് എപ്പോഴാണോ നിങ്ങൾ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയിട്ട് ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത്, സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു വിജയിയായിട്ട് മാറുകയാണ്. കാരണം വിജയികൾ മുറിവുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, അവർ വിജയത്തിലേക്കുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീഴ്ച കാണാൻ കാത്തിരുന്ന വ്യക്തികൾ നിങ്ങളുടെ വിജയം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരസ്പരം ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കളി മാറുകയാണ്. നിങ്ങളുടെ ഉയർച്ചയുടെ വിശദീകരണം അവർ തേടിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ ജയിക്കുന്നത് ശത്രുക്കൾക്ക് ആദ്യമായിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾ യുദ്ധം നിർത്തി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടാവ് നമുക്കായി നൽകിയിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് ട്യൂണിൻ ചെയ്തുകൊണ്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് ആശംസിച്ചുകൊണ്ട് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.